ഒളിച്ചു നിക്കണോന്ന് നിങ്ങൾ എന്തരുത് എന്നിട്ടെല്ലാം നോപ്പായി. ഹലോ, നാളെ യാസിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ യാസിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഞാൻ എന്തായാലും സർപ്രൈസ് കൊടുക്കുമെന്ന് യാസിക്ക് അറിയാം. അതുകൊണ്ട് ഇന്ന് കൊടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, അതായത് എനിക്ക് എക്സാം ആയിരുന്നു, ഉച്ചയാവും കഴിയാൻ. ആ സമയത്ത് യാസിയുടെ കസിൻ ലുലു മാളിലുണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ വിളിക്കും. പക്ഷെ യഥാർത്ഥയ്ക്ക് എൻ്റെ ഉമ്മമാരും അനിയനും അവിടെ ബർത്ത്ഡേ കേക്കൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് നിപ്പുണ്ട്. എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എൻ്റെ അനിയനെ കൊണ്ട് റാൻഡം ആൾക്കാരെ വെച്ച് വിഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് സർപ്രൈസ് ആയിട്ട് എൻ്റെ ഉമ്മമാരെ എൻ്റർ ചെയ്യുന്നു കേക്കൊക്കെ കൊണ്ട്. പിന്നെ യാസിയുടെ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ഫ്രണ്ടിനെ കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. യാസി എന്തായാലും ഉമ്മമാർ ലുലുവിൽ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പ്ലാനൊക്കെ ചെയ്ത പോലെ എൻ്റെ അനിയൻ എല്ലാം സെറ്റ് ചെയ്തു വെച്ചു. കസിൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ യാസിയും ഞാനും ലുലുവിൽ എത്തുകയും ചെയ്തു. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. എൻ്റെ ബുദ്ധിമതിയായ എൻ്റെ ഉമ്മ എൻ്റെ യാസിയെ നോക്കി അവിടെ നിൽക്കുമായിരുന്നു. എൻ്റെ ഉമ്മ യാസിയെ കണ്ടില്ല, പക്ഷെ യാസി ഉമ്മയെ കണ്ടു. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. അവിടെ വന്ന് നിന്നെന്തിന് യാസി കണ്ട് നിങ്ങളെ വായി നോക്കി നിങ്ങൾ നിക്കണ്. ഇതാണ് അതിന്റെ പ്ലാൻ. പ്രതീക്ഷ ഇല്ലല്ല, ഇത് പ്രതീക്ഷ അതാണ് മണ്ടു. അതെന്ത്? ഓ, എന്നാൽ യാസിത് ഞാൻ നല്ല പ്ലാനാണ്. എന്റെ പ്ലാനെങ്കിലും കേളി യാസി. എന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഇവരെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് യാസി അറിയാതെ ഇവർ വന്ന് സർപ്രൈസ് ആയിട്ട് വന്ന് വിഷ് ചെയ്യുമ്പോൾ യാസിയുടെ എക്സ്പ്രഷൻ വേറെ എവിടെ വെച്ച് ഞാൻ ചെയ്യും. ഓ ഉണ്ട യാസി, ഇത് പറയുകയും ചെയ്യും. ഞാൻ പ്ലാൻ ഒപ്പിക്കുമ്പോ എനിക്കിത് മനസ്സിലായെന്ന് പറയുകയും ചെയ്യും. യാസിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് AC മതിയെന്ന് മാമി വാങ്ങി കൊടുക്കുമോ? AC നാളെയാണെങ്കിൽ യാസിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ. എന്നിട്ടും കണ്ടില്ലേ? നീയും കണ്ടില്ല, നിന്നെയും കണ്ട്. മാമിയെ ഞാൻ കണ്ട്, യാസി മാമിയെ കണ്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്ലാന് സക്സസ് ആക്കി നിങ്ങൾക്ക് ഒരു 2 കേക്ക് കിട്ടട്ടെ. ഞാൻ ഇപ്പൊ രാവിലെ ഇത് ചെയ്തിരുന്നു. യഥാർത്ഥ ഡയറ്റാണോ യാസിനി? ഇനി അത് മതി, അത് മതി. നീ തിന്നൂലെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി മൊത്തം പൊട്ടി പൊളിഞ്ഞിരിക്കും. എല്ലാരും അറിഞ്ഞാ ഇവര് എന്നെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ഞാൻ ഇവിടെ കണ്ട് താത്തയെ കണ്ട് അപ്പഴേ വീണ് ചത്ത് കസേര ഇവനൊന്നും ആരെയും പരിപാടിക്ക് വരൂല. ഇവനാരെ ബർത്ത്ഡേക്ക് വിളിക്കൂല. വിളിച്ചല്ലോ. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്ത് പ്ലാനിങ് ആയിട്ട്? പിന്നെ അപ്പൊ ഒരു പ്ലാനിങ്ങും നിങ്ങൾ ചെയ്തില്ല? സത്യത്തിൽ നിങ്ങൾ ഇവിടെ തിന്നാനല്ലേ വന്നത്? പൊളിയാൻ വേണ്ടിട്ട് എന്നെ ഉമ്മ അവിടെ പോയി നിന്നേണാ? സത്യം പറമ്മ. ആ വായും പൊളിച്ചിരിക്കുന്ന വീഡിയോ കിട്ടിയില്ല. വിളിച്ചു നിക്കാൻ ഞാൻ പറഞ്ഞപ്പോഴേ
അവിടെ ഇരി, അവിടെ നിൽക്കണമായിരുന്നു നിങ്ങൾ. ചെറിയ നമ്മളാര് കാണാനാണ്. എന്നാൽ അപ്പുറത്തെ ഞങ്ങൾ ഇരുന്നത് നിന്റെ ഉമ്മ തള്ളിക്കൊണ്ടെങ്കിൽ എന്നിട്ട് നമ്മളെ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ നമ്മളെ കാണേണ്ടി. നിന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? എൻ്റെ പ്ലാനിങ് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പോയി. മൂന്നെല്ലാവർക്കും മുട്ടായി കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ടെല്ലാം ടോപ്പായി. അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ ഫ്ലോപ്പായ എൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ മന്തി മനസ്സിൽ പോയി മന്തി വാങ്ങി കഴിച്ചു. ഇവിടുത്തെ മന്തിയെ പറ്റി പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ശരി, ബായ്.